ഹലോ. കയ്യിലിതാ 2 പാത്രങ്ങളായിട്ട് പ്രാണക്കുട്ടി ഫുഡ് കഴിക്കാനിരിക്കല്ലോ ട്ടോ. സ്കൂളിലേക്ക് ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരു യെല്ലോ ഡേ ആണ് അവര് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സൺഫ്ലവർ ഉണ്ടാക്കി കൊടുത്ത് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കുന്നതിൻ്റെ ഒരു തത്രപ്പാടിലാണ് ഞങ്ങളെല്ലാവരും ട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നോ ഏത് രീതിയിൽ വെട്ടണമെന്നോ എന്നുള്ള ഒരു ഐഡിയ ഇല്ല. പിന്നെ 2, 3 യൂട്യൂബ് റെഫറൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറാണല്ലോ സാധാരണ സീഡിൻ്റെ കളറായിട്ട് കാണാറ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചായപ്പൊടിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ഞാൻ തന്നെ അതിൻ്റെ ഫെറ്റൽസൊക്കെ വെട്ടി വെച്ചു. അത് നല്ല രീതിക്ക് തന്നെ അറേഞ്ച് ചെയ്തു. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ അവർ ഫേസ് ആണ് കുട്ടികളുടെ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് ആ ഒരു സെൻറ്റർ ഏരിയ ബ്ലാങ്ക് ആക്കിയിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഈ ഒരു ഷേപ്പാക്കി എടുത്തു. ഞങ്ങളെല്ലാവരും എഫേർട്ട് ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ അതൊരു സൺഫ്ലവറിൻ്റെ ഒരു രൂപത്തിലാക്കി എടുത്തു കേട്ടോ. ഈ സ്റ്റിക്ക് നമുക്കത് ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. അങ്ങനെ കഴിയുമ്പോൾ ഏകദേശം ആ ഒരു സമയമായി. ഞങ്ങളെല്ലാവരും കൂടെ എന്ന് വിചാരിച്ചൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ രാത്രി തന്നെ ഈ ഒരു ഡ്രൈവ് അങ്ങ് ഈ ഒരു ചായ മക്കാൻ എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്ക് നേരെ വെച്ച് പിടിച്ചു. അവിടുന്ന് ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ, അതായത് മറ്റേ എന്താ കിളിക്കൂട് എന്ന് പറയണതും അതുപോലെ സമൂസ, പിന്നെ കല്ലുമ്മക്കായ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് ഒരു നല്ല കട്ടൻ ചായയും കുടിച്ച് ഞങ്ങൾ അവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ. പ്രാണക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൾക്ക് ഇങ്ങനെ നൈറ്റ് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ രാത്രിയിലെ തണുപ്പാണ് ആൾ ഈ ഒരു വേഷത്തിൽ കാണാൻ കാരണം കേട്ടോ. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസമാണ് ഇത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ. അതും രാത്രി തന്നെ ആയിരുന്നു. നമുക്ക് പകലിൽ ഒരു സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾ വീണ്ടും ലീഫ് വെട്ടാനായിട്ടിരുന്നു. എങ്ങനെ വെട്ടുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടും കൽപ്പിച്ചിട്ട് ഇരുന്ന് വെട്ടി. പിന്നെ നമ്മൾ ഇന്നലെ തന്നെ സെറ്റാക്കി വെച്ചിരുന്നൊരു സ്റ്റിക്ക് വെച്ചിട്ട് അത് നമ്മൾ ഒട്ടിച്ചു. ഒരു വിധത്തിലൊക്കെ എങ്ങനെയൊക്കെയോ സെറ്റാക്കി എടുത്തിട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ പ്രാണതുപോലെ തന്നെ പോകാനുള്ള തയ്യാറെടുപ്പാണ്. കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. പിന്നെ യെല്ലോ ഡേ ആയ കാരണം കൊണ്ട് യെല്ലോ ഡ്രസ്സ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. യെല്ലോ ഡ്രസ്സ് കമ്പൽസറി ആയിട്ട് കുട്ടികൾ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏതായാലും എടുത്തതല്ല, അപ്പോൾ പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണമല്ലോ. അങ്ങനെ എനിക്കിന്ന് കൊണ്ടാക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ആ ഒരു ദിവസം അവൾ അടിച്ചു പൊളിച്ചു കേട്ടോ. രാവിലെ ഞാൻ കൊണ്ടാക്കിയ കാരണം കൊണ്ട് എന്നെ വൈകുന്നേരം എന്നോട് തന്നെ വിളിക്കാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് അവളെ കൂട്ടാൻ പോയതും. പിന്നെ മോളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ഫുള്ളി യെല്ലോ മയായിരുന്നു. എല്ലാവരും യെല്ലോ കളറും യെല്ലോ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുട്ടികളെല്ലാവരും ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നത് കാണാനായിട്ട് അവൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ എൻ്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചിരുന്നു. അങ്ങനെ ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും നേരെ വീട്ടിലേക്ക് പോയിട്ടോ.